1972 മുംബൈന്ന് പത്തേമാരിയിൽ കയറി 14 ദിവസം കന്നി യാത്ര. അവിടുന്നാണ് യാത്ര തുടങ്ങുന്നത്. വെള്ളമില്ല, ഭക്ഷണമില്ല, അങ്ങനെ പോയി കടല് അവിടെ എത്തുന്ന നേരം ഒരു ദിവസം ഒരു തുള്ളി വെള്ളം തരും. അങ്ങനെ വായ പൊളിച്ചാൽ അതിലേക്ക് ഒഴിച്ചു തരും ഒരു തുള്ളി. ചിലവറിന് കരിക്കട്ടയും വെള്ളം കുടിച്ചാലും മതി, ഉപ്പ് വെള്ളം കോരിയിട്ട് കടലിൽ നിന്ന് അതിൽ കരിക്കഷ്ണമൊക്കെ ഇടും. എന്നാലും കുറച്ച് ഉപ്പ് കുറയാൻ വേണ്ടിയിട്ട്. എന്ത് ഉപ്പ് കുറയുന്നു? ഭക്ഷണമൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ലേ. ഇട്ട ഡ്രസ്സും അതിൻ്റെ കൂടെ ഒരു ഡ്രസ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മൾ മരിക്കണീൻ്റെ ഇടയ്ക്ക് ഒരാഗ്രഹം വെള്ളം കുടിച്ച് മരിക്കണം എന്ന് മാത്രമുള്ളായിരുന്നാണ്. പിന്നെ അവിടെ കഴിഞ്ഞു. ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ പറയാൻ പറ്റും. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച വണ്ടൂരിലെ 2 സഞ്ചാരികളാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും അറിയുന്നവരായിരിക്കും. ഒന്ന് എൻ്റെ ഉപ്പ തന്നെയാണ്, തോണിക്കടവൻ മുസ്തഫ. പിന്നെ ഉള്ളത് നമ്മുടെ ചാത്തോലി ഉമ്മർ, ഫോസ് ഉമ്മറാക്ക എന്നാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ യാത്രാ അനുഭവങ്ങൾ, അതായത് ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ ഏകദേശം ഈ പ്രായത്തിൽ 75ഓളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആൾക്കാരാണ് രണ്ടുപേരും. അപ്പോൾ ഇവരുടെ യാത്രാ അനുഭവങ്ങളാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉപ്പയുടെ കേസിൽ ഇപ്പോൾ പത്തേമാരിയിലൂടെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇപ്പൊ പത്തേമാരിയിലൂടെ ഗൾഫിലെത്തിയ ആളാണ്. 1972 മുംബൈന്ന് കപ്പലിൽ പത്തേമാരിയിൽ കയറി 14 ദിവസം കന്നി യാത്ര. അവിടുന്നാണ് യാത്ര തുടങ്ങുന്നത്. 14 ദിവസം കൊണ്ട് അബുദാബിയിലെത്തി. ഷാർജയിലെ ഒരു അമ്മ കാട്ടുപ്രദേശമാണ് കൽബ. അവിടെ പോയിട്ടാണ് 1972 മെയ് 6 അവിടുന്ന് പോയത്. മുംബൈന്ന് പോയി. മെയ് 6 പോയിട്ട് 14 ദിവസം പിന്നെ ഷാർജയിലെ ഒരു ഉൾനാട്ടിലെത്തി കൽബയിൽ നിന്ന് പിന്നെ അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അവിടുന്ന് പോയി അവിടുന്ന് ഒരു ജീപ്പിൽ കയറിപ്പോയി വഴിയിൽ നിന്ന് പോലീസ് പിടിച്ച് ജയിലിൽ കടന്ന് പിന്നെ പത്തേമാരിന്ന് ഇറങ്ങുന്നത് എവിടെയാണ്? ഈ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഈ പത്തേമാരിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. സ്റ്റാർട്ടിങ് മുതലേ പിറ്റേ ദിവസം മുതലേ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ പിന്നെ അങ്ങനെ ദിവസം ജീവിച്ച് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. മൊത്തം 400ഓളം പേരുണ്ടായിരുന്നു. മലയാളികൾ 4 പേരാ? അല്ലല്ല, ഞങ്ങളൊരു ഗാങ്ങിലായിട്ട് ഞങ്ങളെ ഏജൻസിന്റെ അടുത്ത് 4 ആള് മാത്രം. ഞങ്ങൾ 4 ആള്. അതിൽ പിന്നെ അത് പിരിഞ്ഞ് ഒരു പൂക്കോട്ടർക്കാരൻ ഒരു വയസ്സായ ആളുണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ. വെള്ളമില്ല, ഭക്ഷണമില്ല, അങ്ങനെ പോയി കടല് അവിടെ എത്തുന്ന നേരം ഒരു ദിവസം ഒരു തുള്ളി വെള്ളം തരും. അങ്ങനെ വായ പൊളിച്ചാൽ അതിലേക്ക് ഒഴിച്ചു തരും ഒരു തുള്ളി. 14 ദിവസം അങ്ങനെയായിരുന്നു. ആദ്യം 2-3 ദിവസം മറ്റേ കഞ്ഞി തരും കുറച്ചൊരു ചരട്ടിയില്. അത് കുടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ പോയി പിന്നെ അതില്ലാതെ ഈ വഴി തെറ്റി കുറേ പോയി. അന്ന് ഇപ്പോഴത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ഇത് വഴി തെറ്റി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കടലിൽ 6ാമത്തെ ദിവസം മുതൽ മരിക്കൽ തുടങ്ങി. 6ാമത്തെ ദിവസം ഒരു തമിഴൻ മരിച്ചു. പിന്നെ അതിന് അർദ്ധരാത്രിയൊക്കെ വെള്ളത്തിൽ കെട്ടി താറ്റി. അവർക്ക് അതിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ പത്തേമാരിയിൽ പോകുമ്പോ അവര് പറഞ്ഞിരുന്നു നമ്മള് എങ്ങോട്ടാ പോകുന്നത്? നമ്മള് ദുബായിക്ക് പോയല്ലേ, വേറെ ഒന്നും ഇന്ത്യയിലെ അടിയാണ്. ഇത് വലിയൊരു കൂട് പോലത്തെയാണ്. അതിൽ കുറെ വെള്ളി, അന്ന് വെള്ളി കള്ളക്കടത്തൊക്കെ നടക്കുന്ന കാലങ്ങളാണ്. വെള്ളി, ആസ്പെറ്റോസ്, ഉള്ളി, ഇങ്ങനത്തെ സാധനങ്ങൾ. റിസ്ക് എടുത്ത് പോകാൻ കാരണം എന്താ? ഇങ്ങനെ പത്തേമാരി പോകുന്നത് റിസ്ക് ആണ്. അന്ന് വിസ പാസ്പോർട്ടിനെ പറ്റി അറിയില്ല. വണ്ടൂർക്കാർക്ക് അന്ന് പാസ്പോർട്ട് എന്താ വിസ എന്താ ഒന്നും അറിയാത്തൊരു കാലങ്ങളാണ്. അല്ല, ഇത്ര റിസ്ക് എടുത്ത് പോകാൻ കാരണം അതെ, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പോയി. അല്ല, ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും അത് പോയി. അതില് അന്ന് സാഹസികല്ലേ, നല്ല പ്രായമല്ലേ. 26ാമത്തെ വയസ്സിലൊക്കെയല്ലേ. പിന്നെ എങ്ങനെ അബുദാബിയിലെത്തിപ്പെടുന്നത്? അബുദാബിയിൽ ലാസ്റ്റ് മൂമെന്റിലെത്തി. പിന്നെ ഷാർജയിലെത്തി. അവിടുന്ന് പിടിച്ച് എല്ലാരും 6ാമത്തെ ദിവസം വന്ന് 6-7 ദിവസം വന്നപ്പോ അളിയൻ വന്ന് ഇറക്കിക്കൊണ്ടേ 50 ദർഹം കിട്ടിയിട്ട് നീന്തി പോവല്. ഈ പത്തേമാരി പറഞ്ഞാല് ഷിപ്പുമാരി അവിടെ കടലില് അടുക്കൂല. കൊറേ ഇപ്പുറത്തെത്തിയിട്ട് തോണിയില് ഒരു ചെറിയ വഞ്ചി ഇറക്കിയിട്ട് അതിലിങ്ങനെ കെട്ടി വലിച്ച് കുറച്ച് വഴിയിലിട്ട് ഇറങ്ങിക്കോളിന്ന് അറിയും. അതിൽ നീന്ത ഉടുപ്പുകളൊക്കെ പോയി ഭക്ഷണം എല്ലാം അത്രയൊന്നുമില്ല.
ഭക്ഷണമില്ലാതെയും അവിടെ ചെന്നിട്ടൊരു ഷഡ്ഡി ഇടാൻ വരെ കഴിയില്ല. ആടി ഇങ്ങനെ നിൽക്കല്ലേ, പട്ടിണി കിടന്ന് പല്ലൊക്കെ തേച്ചിട്ട് എത്ര ദിവസമായി, പല്ലൊന്നുമില്ലല്ലോ, തേപ്പില്ല, പല്ലൊക്കെ ഉണ്ടില്ലേ. അങ്ങനെ പോയി മനസ്സോദന മറ്റേ ഇത് ടോയ്ലറ്റ് ഒന്നും ഇല്ല, ആർക്കും ആവശ്യമില്ല. 4 ദിവസമുള്ള ആദ്യം വയറ്റിലൊക്കെ പോയി, പിന്നെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കാം, ഇവിടെ എത്തും, ഇങ്ങനെ ഓരോരോ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഈ ഇതിനുള്ളിൽ പത്തേമാരിൽ കൂടാണ്. ഒരു ദിവസം കുറച്ച് സമയം ഓരോരുത്തരും ചേഞ്ചാക്കും, മുകളിലിരുത്തും, ബാക്കി ഉള്ളിലേക്ക് വിടും. അതിൽ തൂഫാൻ വന്ന് അത് കൊടുങ്കാറ്റ് വന്നപ്പോഴാണ് ഇതിൽ ഉള്ളിച്ചാക്കൊക്കെ ഉണ്ട്, അതിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് ചിലറിന് കരിക്കട്ടയും വെള്ളം കുടിച്ചാൽ മതി, വെള്ളം കോരിയിട്ട് കടലിൽ അതിൽ കരിക്കഷ്ണൊക്കെ ഇടും. എന്നാലും കുറച്ച് ഉപ്പ് കുറയാൻ വേണ്ടിയില്ലേ. എന്ത് ഉപ്പ് പറയുന്നത്, ഭക്ഷണമൊന്നും കൊണ്ടാൻ സമ്മതിക്കില്ലേ. ഇട്ട ഡ്രസ്സ് അതിന്റെ കൂടെ ഒരു ഡ്രസ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മൾ പോയത് കഥ കുറേ ഉണ്ട് മുംബൈയിൽ. 400 പേരിൽ എത്ര പേര് അവിടെ എത്ര എത്തിയറിയില്ല. നമ്മളെ ഓരോരുത്തർ അതിലാണ് സർവീസ് ചാർജ് ഒക്കെ ഒരു 500 റുപ്യ ആകെ. 500 72 അന്നത്തെ 500 റംലാബീഗത്തിന്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. അതിന്റെ ടിക്കറ്റിന്റെ ഒരു കഷ്ണമാണ് എല്ലാവർക്കും ടോക്കൺ കൊടുത്തു. ട്രെയിൻ റംലാബീഗ അന്ന് പാട്ട് പാടാൻ വന്നിരുന്നത്. ആ ടിക്കറ്റിന്റെ കുറെ ബാക്കിയുണ്ടായി. ഞങ്ങളെ ഏജന്റ് ഇത് കൊടുത്താൽ മതിയായിരുന്നു. ആ ട്രെയിൻ കയറി തന്നെ ബസായി പറഞ്ഞ സ്ഥലത്തേക്കാണ്. എല്ലാവരും പല പല സ്റ്റേഷനിൽ നിന്ന് കയറണം. പൈസ കൊടുത്തിട്ട് ഈ ബസായിൽ ഇറങ്ങുന്നതോട് കൂടി ലൈറ്റ് റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ലൈറ്റ് കൊണ്ട് ഓഫാക്കി. ഒക്കെ കൈക്കൊല്ലിന്റെ പണിയാ. ആളിപ്പോ പുറത്തിറങ്ങിയിട്ട് ബസായി അവിടുന്ന് കുറേ ദൂരം പോകണം ട്രെയിനിന്. ഓരോരുത്തരെയും ഓരോരോ ടി വിന്ന് കയറുക, അതിന്റെ അപ്പുറത്തെ ദേശത്ത് നിന്ന് കയറുക, ഇങ്ങനെ കയറി